തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ബിജെപി സംസ്ഥാന നേതൃയോഗം ഇന്ന് ഉച്ചകഴിഞ്ഞ് കണ്ണൂരിൽ ചേരും. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പാർട്ടിയുടെ ചരിത്ര നേട്ടമായി വിലയിരുത്തുമ്പോഴും ഗ്രാമീണ മേഖലയിൽ തിരിച്ചടിയുണ്ടായതിൽ അതൃപ്തി പുകയുന്നുണ്ട്. പാർട്ടിയുടെ ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പദ്ധതി പാളിയെന്ന് നേതാക്കൾ പരസ്യമായി വിമർശിച്ചിരുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ സ്ട്രാറ്റജി പരിഷ്കരിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ തവണ താമര ചിഹ്നത്തിൽ ജയിച്ച 500 വാർഡുകളിൽ CPM കോൺഗ്രസ് ധാരണയുണ്ടാക്കി BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുവെന്നാണ് ഔദ്യോഗിക വിഭാഗത്തിന്റെ വിശദീകരണം. കോർപ്പറേഷനുകളിൽ 23% വോട്ട് പിടിച്ചെങ്കിലും ഗ്രാമങ്ങളിൽ BJPക്ക് വളർച്ചയില്ല. ക്രിസ്ത്യൻ ഔട്ട്റീച്ചിനായി 2000 സ്ഥാനാർത്ഥികളെ മത്സരിപ്പിച്ചെങ്കിലും ജയം കുറഞ്ഞു. ഗ്രാമീണ മേഖലയിലാണ് അധികം തിരിച്ചടി. 41 പഞ്ചായത്തുകളിൽ ഭരണം പിടിച്ചു. 9 മുനിസിപ്പാലിറ്റിയിൽ വലിയ ഒറ്റക്കക്ഷിയായി. തിരുവനന്തപുരം നേട്ടമായി. കൊല്ലത്തും കോഴിക്കോട്ടും മുന്നേറ്റമുണ്ടായി. പന്തളവും തൃശൂരും വീഴ്ചയായി. പാലക്കാടും ജാഗ്രത കുറവുണ്ടായെന്നും പ്രാഥമിക വിലയിരുത്തലുണ്ട്. വി മുരളീധരനും കെ സുരേന്ദ്രനും ഉൾപ്പെടെ നേതൃയോഗത്തിൽ വിഷയം ഉന്നയിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ രീതി തുടർന്നാൽ തിരിച്ചടിയുണ്ടാകും. അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖർ വന്ന ശേഷം സ്വീകരിച്ച സ്ട്രാറ്റജി തോൽവിയുടെ പശ്ചാത്തലത്തിൽ മാറ്റണമെന്നും നേതാക്കൾ ആവശ്യപ്പെടും. റിപ്പോർട്ടർ, കണ്ണൂർ.